മനോജ് ചേരുന്നുണ്ട്. മനോജ്, എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് കണ്ണൂർ കോർപ്പറേഷനിലെ കാര്യങ്ങൾ തന്നെയാണ്. എന്താണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ആരാണ് അവിടെ ലീഡ് ചെയ്യുന്നത്? കണ്ണൂർ കോർപ്പറേഷൻ ഭരണം ഇത്തവണയും യുഡിഎഫിന് തന്നെ എന്ന് ഉറപ്പിക്കാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇപ്പോൾ 13 ഡിവിഷനുകളിൽ യുഡിഎഫ് വിജയിച്ചിട്ടുണ്ട്. 5 മാത്രമാണ് എൽഡിഎഫിന് വിജയിക്കാൻ കഴിഞ്ഞത്. ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം 2 ഡിവിഷനുകളിൽ ബിജെപി വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിലൊന്ന് സിപിഎമ്മിന്റെ സിറ്റിംഗ് സീറ്റ് കൊക്കൈൻപാറ ബിജെപി പിടിച്ചെടുത്തിരിക്കുന്നു. അവിടെ വിജയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അവരുടെ സിറ്റിംഗ് സീറ്റായ പള്ളിക്കുന്നിലും ടി വിനോദ് വിജയിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വിവരം വരികയാണ്. അങ്ങനെ ഡിവിഷനുകളിൽ ബിജെപി വിജയിച്ചിരിക്കുന്നു. കണ്ണൂർ കോർപ്പറേഷൻ ഭരണം ഇത്തവണയും യുഡിഎഫിന് സുരക്ഷിതം എന്ന രീതിയിലേക്ക് വലിയ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തി കണ്ണൂർ കോർപ്പറേഷൻ പിടിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്ന എൽഡിഎഫിന് വലിയ തിരിച്ചടി കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇപ്പോൾ 5 മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എൽഡിഎഫിന്റെ സിറ്റിംഗ് സീറ്റായ പട്ടാളിയിൽ പോലും എൽഡിഎഫിന് ലീഡില്ല എന്നുള്ളത്. അവിടെ കെ ഉഷാകുമാരി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി 776 വോട്ട്, വിദ്യാസ്ഥാനത്ത് 770 വോട്ട്. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുക എന്ന് പറയുന്നില്ല. പക്ഷേ കൊറ്റാലിയിൽ ഇപ്പോഴും ലീഡ് ചെയ്യുന്നത് യുഡിഎഫ് ആണ്. 6 ബിജെപി കൂടിയാണ്. ബിജെപിയും 240 വോട്ട് നേടി പിന്നീട് അപ്പോൾ ഒരു ശക്തമായ ത്രികോണ മത്സരമാണ് കൊറ്റാലിയിൽ നടന്നത്. അങ്ങനെ ഈ രീതിയിലുള്ള ഒരു പോരാട്ടം നടക്കുന്നു. അത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എൽഡിഎഫ് ജയിക്കുമെന്ന് കരുതിയിരുന്ന അല്ലെങ്കിൽ കോർപ്പറേഷൻ പിടിക്കാൻ കിട്ടുമെന്ന് കരുതിയിരുന്ന പല ഡിവിഷനുകളും ഇല്ല എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൊക്കൈൻപാറ ഒരു സിറ്റിംഗ് സീറ്റ് ബിജെപി പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. ബിജെപി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു ഡിവിഷനാണ് കൊക്കൈൻപാറ എന്നുള്ളത്. പള്ളിയാമൂലയിൽ യുഡിഎഫ് ലീഡ് ചെയ്യുന്നു. അവിടെ പി കെ രാഗേഷിന്റെ സ്ഥാനാർത്ഥി അനോമിനിയായ കെ പി അനിതയാണ് തൊട്ട് പിന്നിലുള്ളത്. പക്ഷേ ജയം ഉറപ്പിച്ച രീതിയിലേക്ക് ഏതാണ്ട് 300ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവിടെ പി ജയിക്കും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കുന്നാവ് എൽഡിഎഫ് ജയിക്കും. അവിടെ കെ സി സ്ഥാനാർത്ഥി അവിടെ യുഡിഎഫ് 2ാം സ്ഥാനത്താണ്. പള്ളിക്കുന്നിൽ ബിജെപി ജയിച്ചു. അതോടൊപ്പം തന്നെ തളാപ്പിൽ ടി ജമാൽ മുന്നിട്ട് നിൽക്കുകയാണ്. അവിടെ എൽഡിഎഫ് ആണ് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഉദയംകുന്നിൽ അനൂപ് ബാലൻ മുന്നിട്ട് നിൽക്കുകയാണ്. വിജയിക്കും എന്ന് ഏതാണ്ട് ഉറപ്പിക്കുകയാണ്. കൊറ്റാലിയിൽ യുഡിഎഫ് ലീഡ് ചെയ്യുന്നു. പൊടിക്കൊണ്ട് സിപിഎമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞ തവണ 1000-ലധികം വോട്ടിന് എൻസുബിന് വിജയിച്ച ഡിവിഷനാണ് പൊടിക്കൊണ്ട്. അവിടെ പൊടിക്കൊണ്ട് പി പുരുഷോത്തമൻ സിപിഎം സ്ഥാനാർത്ഥി ഏതാണ്ട് വിജയിച്ചു എന്ന് ഉറപ്പിക്കാവുന്ന തരത്തിലുള്ള ലീഡിലേക്ക് പോയിട്ടുണ്ട്. അത്താഴക്കുന്നിൽ കെ ശ്രീജ യുഡിഎഫ് സ്ഥാനാർത്ഥി വിജയത്തിലേക്ക് പോകുന്നു. അത്താഴക്കുന്ന് വലിയ രീതിയിൽ എൽഡിഎഫ് പ്രതീക്ഷിച്ച ഒരു ഡിവിഷൻ. അതോടൊപ്പം തന്നെ കക്കാട് ഷബീർ കുഞ്ഞിപ്പള്ളി ലീഡ് ചെയ്യുകയാണ് യുഡിഎഫ് സ്ഥാനാർത്ഥി. കിഴുത്തലിയിൽ യുഡിഎഫ് ലീഡ് ചെയ്യുന്നു. കിലാനൂരിൽ വി കെ പ്രകാശിനെ ലീഡ് ചെയ്യുകയാണ്. വി കെ പ്രകാശിന് വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ നിന്നും ജയിക്കാൻ തന്നെയാണ് സാധ്യത. ആറ്റടപ്പയിൽ എൽഡിഎഫ് ആണ് ലീഡ് ചെയ്യുന്നത്. കഴിഞ്ഞ തവണ യുഡിഎഫ് കഴിഞ്ഞ സിറ്റിംഗ് സീറ്റാണ് ആറ്റടപ്പ എൽഡിഎഫിന്റെ. ആ എൽഡിഎഫിന്റെ സിറ്റിംഗ് സീറ്റിൽ എം പ്രിയ ഇപ്പോൾ ലീഡ് ചെയ്യുന്നു. ചാലയിൽ അഡ്വക്കേറ്റ് ടി ഒ മോഹൻ കഴിഞ്ഞ തവണ വിജയിച്ച ചാലയിൽ ഇത്തവണ യുഡിഎഫ് സ്ഥാനാർത്ഥി പി കെ പ്രീത ലീഡ് ചെയ്യുകയാണ്. എടക്കാട് എൽഡിഎഫിന്റെ സിറ്റിംഗ് സീറ്റാണ്. എടക്കാട് ടി പ്രശാന്ത് ലീഡ് ചെയ്യുകയാണ്. ഇങ്ങനെ വലിയ രീതിയിലുള്ള അട്ടിമറികളൊന്നുമില്ലാതെ യുഡിഎഫിന്റെ സുരക്ഷിതമായ കോട്ടകളെല്ലാം അവർ സംരക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു. 7.5 എന്തായാലും പിടിക്കുമെന്നായിരുന്നു എൽഡിഎഫിന്റെ ഒരു അവകാശവാദം. ആ 7.5-യിൽ വലിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇപ്പോൾ ഫസ്ലീം ടി പി ലീഡ് ചെയ്യുകയാണ്. 689 വോട്ട്. എൽഡിഎഫിന്റെ സ്ഥാനാർത്ഥി കെ വി ആരിഫിന് 250ഓളം വോട്ട് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെയും യുഡിഎഫ് വിജയം ഉറപ്പിക്കുകയാണ്. അങ്ങനെ എൽഡിഎഫിന്റെ എല്ലാ സ്വപ്നങ്ങളും തകരുകയാണ്. കണ്ണൂർ കോർപ്പറേഷൻ യുഡിഎഫിന്റെ പക്ഷത്തേക്ക് സുരക്ഷിതമായ ഒരു കാര്യത്തിലേക്ക് പോകുന്നു. ബിജെപി വലിയ നേട്ടമുണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. 1-2 ആക്കിയിരിക്കുന്നു. ഇനിയും അവർ പറയുന്നത് 2 അല്ല 5 വരെ എത്തും എന്നുള്ള രീതിയിൽ അവർ കണക്ക് കൂട്ടിയ പല സീറ്റുകളിലും വലിയ മുന്നേറ്റം, കൊട്ടാരി ഉൾപ്പെടെ വലിയ മുന്നേറ്റം നടത്താൻ ബിജെപിക്ക് കഴിഞ്ഞിട്ടുണ്ട്. വിധത്തിൽ വലിയ വർധനവ് ബിജെപിക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ വലിയ നേട്ടം ബിജെപിക്ക് ഉണ്ടാകും എന്ന ഒരു സാഹചര്യമാണ് കാര്യങ്ങൾ കണ്ണൂർ നഗരത്തിൽ ഉണ്ടാകുന്നത്. വലിയ പ്രചരണ പ്രവർത്തനങ്ങൾ ബിജെപി നടത്തിയിരുന്നു. അതിന്റെ ഒരു പ്രതിഫലനം ഇപ്പോൾ വോട്ടിൽ കാണാനും കഴിയുന്നുണ്ട്. എല്ലാ ഇടങ്ങളിലും വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ റിജിൽ മാക്കുറ്റിയുടെ കാര്യം
കാര്യം എല്ലാവരും സജീവ ചർച്ചയിൽ വരുന്നതാണ്. റിജുൽ മാക്കുറ്റി ലീഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. വിജയിക്കും എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. റിജുൽ മാക്കുറ്റി ഉൾപ്പെടെ വിജയിക്കും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അങ്ങനെ പോയാൽ UDFന്റെ അവകാശവാദം എന്ന് പറയുന്നത് 36 മുതൽ 40 സീറ്റുകൾ വരെയാണ്. ആ രീതിയിലേക്ക് തന്നെ LDFന് കഴിഞ്ഞ തവണ ലഭിച്ച അത്രയും സീറ്റ് പോലും ലഭിക്കുമോ എന്ന കാര്യത്തിൽ പോലും ഒരു സംശയം ഉണ്ടാക്കുന്ന തരത്തിലേക്കാണ് ആദ്യത്തെ ഫലസൂചനകൾ പോകുന്നത്. കണ്ണൂർ കോർപ്പറേഷൻ UDF നിലനിർത്തും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. വലിയ രീതിയിലുള്ള മുന്നേറ്റം UDFന് കണ്ണൂർ നഗരത്തിൽ ഉണ്ടായിരിക്കുന്നു. കണ്ണൂർ കോർപ്പറേഷൻ ഭരണം വീണ്ടും UDFന് എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഒരു ചലനവും ഉണ്ടാക്കാൻ LDFന് കഴിഞ്ഞിട്ടില്ല. വലിയ വികസനങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ കണ്ണൂർ കോർപ്പറേഷനിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോയിരുന്നത്. അങ്ങനെ ആ രീതിയിലേക്കുള്ള ഒരു ചലനവും ഉണ്ടാക്കാൻ LDFന് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ ഫലങ്ങളൊക്കെ നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത്. എന്തായാലും കണ്ണൂർ കോർപ്പറേഷൻ ഭരണം വീണ്ടും UDFന്റെ കൈകളിലേക്ക് പോകുന്നു എന്ന സൂചനകൾ തന്നെയാണ്. കാരണം അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ കിട്ടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ കണ്ണൂർ കോർപ്പറേഷൻ സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധാ കേന്ദ്രമാണ്. പക്ഷേ അവിടെ ഒരു തരത്തിലുള്ള ചലനവും LDFന് ഉണ്ടാക്കാൻ കഴിയും. വലിയ ഈ വികസനവുമായി ബന്ധപ്പെടുത്തി വലിയ പ്രചരണ പ്രവർത്തനങ്ങൾ LDF നടത്തിയിരുന്നു. പക്ഷെ അതൊന്നും വോട്ടായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ആകാംക്ഷയോടുകൂടി നിന്ന ഡിവിഷനുകൾ ഉണ്ട് കണ്ണൂർ കോർപ്പറേഷൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ റിജുൽ മാക്കുറ്റി മത്സരിച്ച ആദികടലായിലും UDF വിജയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അങ്ങനെ റിബൽ ഒരു ഭീഷണി അല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പള്ളിയാമൂരിൽ വലിയ വിജയം ഉണ്ടാകുമെന്ന് KP അനിത നേരത്തെ DK രാഗേഷ് വിഭാഗം വലിയ അവകാശവാദമൊക്കെ ഉന്നയിച്ചിരുന്നതാണ്. പക്ഷെ ആ അവകാശവാദത്തിനും ഒരു തരത്തിലും ഒരു തരിമ്പും ഏറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് അവിടെയും UDF വിജയിക്കുന്ന ഒരു സാഹചര്യം CPMന് LDFന് വലിയ തിരിച്ചടി കൊക്കയൻപാറയിൽ ഇപ്പോൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അർജുൻ.